ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓല കൊണ്ട് നമുക്കൊരു വഞ്ചി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ ക്രാഫ്റ്റ് വർക്ക് പോലെ ചെയ്യുന്ന, നമുക്ക് ലീഫുകൾ വെച്ചിട്ടൊക്കെ ഉള്ള ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരടിപൊളി ഒരു വഞ്ചിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യം ഇതിനാവശ്യമായിട്ട് വരുന്നത് തെങ്ങിൻ്റെ ഓലയാണ്. ഈ ഓല ഒരു 12 കഷ്ണമായിട്ടാണ് അതിൻ്റെ ഈർക്കിലിമെന്ന് നമ്മൾ ഓല എടുത്ത് ഒരു 12 കഷ്ണമാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. നീളത്തിൽ ഒരു 6 പീസും അതുപോലെ തന്നെ വീതിയിൽ ഒരു 6 പീസും അങ്ങനെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ എണ്ണം നമുക്ക് കുറച്ച്, നമുക്ക് ഇതിന് സൈസ് കുറച്ച് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇതിൻ്റെ സൈസ് നമുക്ക് വലുതാക്കി വേണമെങ്കിൽ ഉണ്ടാക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്. നമുക്ക് ഇതിൻ്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സൈസ് മാറ്റി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നീളത്തിൽ 6 കഷ്ണം ഇങ്ങനെ നിരത്തി നമ്മൾ വെക്കുക. അതിൻ്റെ സൈഡിൽ വേണമെങ്കിൽ നമുക്കൊരു ബുക്കോ എന്തെങ്കിലും നമുക്ക് വെയിറ്റ് ഉള്ളത് നമുക്ക് വെക്കാം. അത് ഓല ഇങ്ങനെ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ വെച്ചിട്ട് അതിൻ്റെ അറ്റത്ത് വേണമെങ്കിൽ നമുക്കൊരു ബുക്കോ എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് വെച്ചാൽ മതി. ഇതിപ്പോൾ ഇതിൽ 6 എണ്ണം നമ്മളിങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഒരു ഓല എടുത്തിട്ട് നമ്മൾ ഒന്നിടവിട്ട് ഒരെണ്ണം പൊന്തിച്ച് അതുപോലെ തന്നെ അടുത്തത് നമ്മൾ താഴ്ത്തി അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലെ ഇതിൽ കാണിച്ചേക്കണ പോലെ നമ്മളിങ്ങനെ ഓരോ ഓലകളായിട്ട് വെച്ച് കൊടുക്കാം. അതിൽ ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് നമ്മൾ ഒരെണ്ണം പൊക്കി നമ്മൾ അതിൻ്റെ അടിയിൽ കൂടെ ചെയ്യാൻ വെച്ചാൽ പിന്നത്തെ ചെയ്യുമ്പോൾ നമ്മളത് താഴ്ത്തി അങ്ങനെ നമ്മൾ എല്ലാതും ഈ 6 എണ്ണം നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സൈഡിൽ നമുക്ക് വെയിറ്റ് എന്തെങ്കിലും ഉള്ളത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് നീങ്ങാണ്ട് നമുക്ക് കിട്ടും. ഇതുപോലെ നമ്മൾ എല്ലാതും നമ്മൾ 6 എണ്ണവും നമ്മൾ ഇതുപോലെ അടുപ്പിച്ച് നമ്മൾ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മളിത് ഏകദേശം സെൻറ്റർ കണക്കാക്കിയിട്ട് തന്നെ നമ്മൾ ഈ വെച്ച ഓലകൾ സെൻറ്ററിലേക്കാക്കി വെക്കുക. ഇത് സെൻറ്ററിലാക്കുമ്പോൾ തന്നെ കണ്ട നമുക്ക് 4 സൈഡിൽ നമ്മൾ കൊടുത്തതിൻ്റെ അറ്റങ്ങൾ തമ്മിൽ 4 എണ്ണത്തിൻ്റെ ഇങ്ങനെ അറ്റങ്ങളുണ്ടാവും, 4 ഭാഗത്തും ഉണ്ടാവും. അപ്പോൾ നമ്മളിത് സെൻറ്റർ കണക്കാക്കിയിട്ട് നമ്മളിത് കറക്റ്റ് സെൻറ്ററിലേക്ക് തന്നെ അത് വെച്ച് കൊടുക്കുക. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യുന്നതാണ് ഇതിൻ്റെ അറ്റങ്ങളുണ്ടല്ലോ, ഈ അറ്റങ്ങൾ തമ്മിലാണ് നമ്മളിനി ജോയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അറ്റങ്ങൾ നമ്മൾ ജോയിൻറ്റ് ചെയ്യാനായിട്ട് ഇതിൽ ഓരോ ഭാഗമായിട്ടാണ് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഒരു ഭാഗം എടുത്തതിന് ശേഷം ഇതിൽ ബാലൻസ് നിൽക്കുന്നത് നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് കറക്റ്റ് നമ്മളത് എടുത്തതിന് ശേഷം നമ്മളെല്ലാതും കൂടി ഒപ്പം നമ്മളത് പിടിച്ചതിന് ശേഷം നമ്മളവിടെ ഒന്ന് സ്റ്റാപ്ലർ വെച്ച് നമ്മളൊന്ന് അവിടെ പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് ഇതുപോലെ നമുക്ക് കിട്ടും. അവിടെ നമ്മൾ പിൻ ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ 4 ഭാഗത്തും നമ്മൾ എല്ലാം ഒരുമിച്ച് പിടിച്ചതിന് ശേഷം സ്റ്റാപ്ലർ അടിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാനൊരു ഭാഗത്ത് സ്റ്റാപ്ലർ ചെയ്തപ്പോൾ ഇതുപോലെയാണ് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗം ഇതുപോലെ ഒപ്പത്തിൽ നമ്മൾ പിടിച്ച് നമ്മളത് കറക്റ്റ് പിടിച്ച് ഒപ്പമില്ലാണ്ട് നീളത്തിൽ നിൽക്കണമെന്ന് തോന്നാന്ന് വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമ്മൾ ഇത് കറക്റ്റ് ഒപ്പം പിടിച്ചതിന് ശേഷം ഇതുപോലെ കണ്ടാൽ നമ്മൾ സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏത് ഭാഗത്താണോ സ്റ്റാപ്ലർ ചെയ്ത് വെച്ചേക്കുന്നത് ആ സ്റ്റാപ്ലർ ചെയ്ത ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തുള്ളത് ഏതാണോ അത് വെച്ചിട്ട് വേണം നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഈ ഒരു ഭാഗത്തിൻ്റെ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗം എടുത്തിട്ടാണ് നമ്മളവിടെ നമ്മളൊരു വഞ്ചിയുടെ മോൾ ഭാഗം പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വരുന്ന രീതിക്ക് നമ്മളിതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് പിടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇതുപോലെ തന്നെ സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇവിടെ നിന്ന് എടുത്തിട്ട് വീണ്ടും അപ്പുറത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് വെച്ചിട്ട് സ്റ്റാപ്ലർ ചെയ്തു. ഇപ്പോൾ സ്റ്റാപ്ലർ ചെയ്തപ്പോൾ തന്നെ കണ്ടാൽ നമുക്കൊരു വഞ്ചിയുടെ ഒരു ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളവിടെ സ്റ്റാപ്ലർ ചെയ്തതിന് ശേഷം പിന്നെ നമുക്കവിടെ സ്റ്റാപ്ലർ ചെയ്തതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ഭംഗിക്ക് ഒരു ഫ്ലവർ പോലെ നമുക്ക് തോന്നുന്ന രീതിക്ക് 2 ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് മടക്കിയിട്ട് നമ്മളതിൻ്റെ സ്റ്റാപ്ലർ നടുക്കിൽ അതുപോലെ തന്നെ സ്റ്റാപ്ലർ ചെയ്തിട്ട് നമ്മളതിൻ്റെ മുകളിലും വെച്ചിട്ട് ഇപ്പം നമ്മൾ ഈ മുകളിൽ കാണുന്നുണ്ടല്ലോ സ്റ്റാപ്ലർ അടിച്ച ആ ഭാഗം അവിടെയായിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഫ്ലവർ പോലെ തോന്നണ രീതിക്ക് നമ്മളങ്ങനെ ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 2 കഷ്ണം എടുക്കാം. എന്നിട്ട് നമ്മളത് സ്റ്റാപ്ലർ ചെയ്തിട്ട് ഒരു ഫ്ലവർ പോലെ തോന്നണ രീതിക്ക് അത് നമ്മളതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലുള്ളൊരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഫ്ലവർ പോലെ തോന്നിക്കുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് ക്രോസായിട്ട് വെച്ച് കൊടുത്തിട്ട് വെറുതെ ഒന്ന് ജസ്റ്റ് സ്റ്റാപ്ലർ ചെയ്ത് അവിടെ വെക്കുകയാണ് ചെയ്യുന്നത്.
നമ്മൾ സ്റ്റാപ്ലർ ചെയ്തതിന് ശേഷം ചെറിയൊരു പങ്കായം പോലെ തോന്നിക്കുന്ന രീതിക്ക് നമ്മൾ ഇത് വെച്ച് തന്നെ ഈർക്കിൽ വെച്ചിട്ടുള്ള ഓലയുണ്ടല്ലോ, നമ്മൾ ഇതിപ്പോൾ ചെയ്യാനായിട്ട് നമ്മൾ ഓല അതുമെന്ന് വലിച്ചെടുത്തിട്ടാണ് ചെയ്തത്. ഇതിന് പകരം നമുക്ക് പങ്കായം പോലെ തോന്നിക്കുന്ന രീതിക്ക് നമുക്കിതിൻ്റെ ഓല ഈർക്കിലടക്കം വെച്ചിട്ട് നമ്മൾ ആ പങ്കായത്തിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് വെട്ടിയെടുത്തിട്ട് ഈർക്കിൽ അതുമ്പോൾ തന്നെ വെച്ചിട്ട് നമ്മൾ 2 പങ്കായം കൂടി ഇതിൻ്റെ ഒപ്പം നമ്മളൊന്ന് ഇതുപോലെ നമ്മൾ 2 പങ്കായം കൂടി നമ്മളതിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു വഞ്ചിയും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 2 പങ്കായം പോലെയുള്ളത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ നമ്മൾ സ്കൂളിൽ ഒരാവശ്യത്തിന് വരുമ്പോൾ നമുക്ക് ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനൊക്കെ പറയുമ്പോൾ ഇതുപോലെയൊക്കെ എന്നുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാനും നമുക്ക് സിമ്പിളാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.